അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ കക്ക റോസ്റ്റുമായിട്ടാണ് കേട്ടോ. സിമ്പിൾ ഒരു റെസിപ്പിയാണ്. ഒരു പാനിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കക്കയിറച്ചി വേവിക്കാൻ വയ്ക്കുക. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി എടുക്കാം. സവാള നല്ല കുനുകുനാന്നരിയണം. ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് റെഡിയാക്കി അവിടെ വയ്ക്കുക. എന്നിട്ട് ഒരു പാനിനകത്തോട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുകും പൊട്ടിക്കുക. കറി ലീവ്സ് ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും കൂടെ ചേർത്ത് അതും വഴറ്റി അതിനകത്തോട്ട് സവാളയും കൂടെ വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് പൊടി ചേർക്കണം. അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് അത് നല്ലോണം വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയില്ലേ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ടും കൂടി ഒന്ന് വഴറ്റി ഒന്ന് ഒരുമിച്ചാക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈസി റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.